വല്ലാത്തൊരു ന്യൂസാണ് ഇന്നും ഇന്നലെയുമായി നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ. ഭർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ഭാര്യ, മക്കളെയുമായി തോൾ ഏറ്റിക്കൊണ്ട് ഓടുന്ന ഉപ്പമാർ, രക്ഷപ്പെടാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ, പാകിസ്ഥാനിൽ നിന്നും വന്ന 15-20ഓളം വരുന്ന സംഘങ്ങൾ അവർക്കു നേരെ വെടിയുയർത്തി. നമ്മുടെ പട്ടാളത്തിൻ്റെ വേഷമിട്ടുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യുന്ന മറ്റൊരു വാർത്തയും കൂടെയാണ് ഇന്നലെ വൈകുന്നേരങ്ങളിൽ കശ്മീരിൽ വെച്ച് സംഭവിച്ചത്. ആരാണവർ? എന്തുകൊണ്ടവരെ പിടിക്കപ്പെടുന്നില്ല? കള്ളൻ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട്. അത്രയും സുരക്ഷിതമായ മേഖലയിൽ കയറിക്കൊണ്ട് മലമുകളിൽ നിന്നും ഇറങ്ങി വന്ന് കാൽനട കൊണ്ട് മാത്രം അതിജീവിച്ചു പോകുന്ന ആ സുന്ദരമായ സ്ഥലത്തിലേക്ക് അവർ കയറി വന്ന് അവിടെ ചോരപ്പുഴയൊരുക്കി. ഒരിക്കലും അവിടെ നിന്ന് വിമാനമാർഗമല്ലാതെ പെട്ടെന്നുള്ളൊരു രക്ഷപ്പെടൽ സാധ്യമല്ല. എന്നിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവരെ പിടിച്ചില്ല? ചോദ്യചിഹ്നം തന്നെയാണ്. കള്ളൻ കപ്പലിൽ തന്നെ. അതിനിടയിൽ ന്യൂസുകളുമൊക്കെ ഈ വാർത്ത എയറിൽ പറത്തുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് കമൻ്റ് ഇടുന്ന സുഡാപ്പി സംഗി ക്രിസംഗി ഫേക്ക് ഐഡികളോടാണൊന്ന് പറയാനുള്ളത്. എന്താണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം? ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിമിനെ തമ്മിലടിപ്പിച്ച് ഇവിടത്തെ ആഭ്യന്തര കലഹം ഇവിടെ പൊട്ടിപ്പിറപ്പിച്ച് അതിന് തീവ്രവാദത്തിനുമായി വന്നപ്പോൾ ഓരോരുത്തരുമായി അവർ വെടിവെച്ചിടുമ്പോൾ അവർ ചോദിക്കുകയാണ്, താങ്കൾ മുസ്ലിമാണോ? നീ മുസ്ലിമാണോ എന്നുള്ളത്. മുസ്ലിമാണെങ്കിൽ വെറുതെ വിടുക, അഥവാ മുസ്ലിം അല്ലെങ്കിൽ അവിടെ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചിട്ടിടുക. എന്താണ് ഇതിനർത്ഥം? അവർ എന്താണ് ഇതിൽ നിന്നും ഇന്ത്യയിൽ കൊണ്ടുവരുന്ന വർഗീയതയാണത്. ആ നായിൻ്റെ മക്കളെ കിട്ടിയാൽ കിട്ടിയിടത്ത് വെച്ച് വിചാരണയില്ലാതെ നെറ്റിയിലേക്ക് തുള അടിച്ചു കയറ്റ നായിൻ്റെ മോനെ.